സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്നത് കണ്ട സമയത്ത് പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. ഏകദേശം എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വാർത്ത നമ്മുടെ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യ യോഗത്തിലും തീരുമാനമായി. ശക്തമായ പ്രതിപക്ഷ ബ്ലോക്കായി സർക്കാരിനെതിരെ ഒന്നിച്ചു നിൽക്കാനും യോഗത്തിൽ ധാരണയായി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടികളെ ഇന്ത്യ മുന്നണിയിലേക്ക് കോൺഗ്രസ് സ്വാഗതം ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ? പ്രതിപക്ഷ യോഗത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനമായി, സകലരെയും സ്വാഗതം ചെയ്തു, ആരും തന്നെ എത്തിയിട്ടുമില്ല. ഈ ഒരു വാർത്ത ഒരു ശൈലി നിങ്ങൾ കണ്ടില്ലേ? അതായത് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും അധികാരത്തിലെത്തിക്കാൻ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലും അവർക്ക് തന്നെ പിന്തുണയായിട്ട് കൊണ്ടു തന്നെയാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിഷ്പക്ഷമായിട്ടൊരു മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് വാർത്ത കൊടുക്കേണ്ടത്? നിങ്ങൾ ഈ ഒരു ന്യൂസ് കേട്ടില്ല? അതായത് പ്രതിപക്ഷത്ത് ഇരിക്കാൻ പ്രതിപക്ഷ യോഗത്തിൽ തീരുമാനമായി, അതാണോ വാർത്ത കൊടുക്കേണ്ടത്? അങ്ങനെയാണോ വിളിച്ചു പറയേണ്ടത്? മറിച്ച് രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പ്രതിപക്ഷം സകല ആളുകളെയും സ്വാഗതം ചെയ്തു, സകല ആളുകളെയും കിട്ടാൻ പരമാവധി ശ്രമിച്ചു. ആരും തന്നെ വരാത്തത് കൊണ്ട് ജനത്തിന്റെ വിധി പോലെ തന്നെയാണ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നു. ജനവിധി അംഗീകരിച്ചു തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയാണ് ജനം അംഗീകരിച്ചത്. ജനത്തിന്റെ തീരുമാനമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് നമ്മുടെ ഭാരതത്തില്, നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത്? ഇത്തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിരിക്കാൻ പ്രതിപക്ഷത്തിന് തന്നെ ജനത്തിന്റെ തീരുമാനമാണ് പ്രതിപക്ഷത്തിരുത്തുക എന്നുള്ളത്. അത് തന്നെ ഇവിടെ നടക്കൂ എന്നുള്ളതും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ സർക്കാർ രൂപീകരണവുമായിട്ട് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ശനിയാഴ്ച 8-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ളത് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ സൂചന വരുന്നത്. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സൂചനയായിട്ട് ഈ വരുന്ന ശനിയാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞിരുന്നു, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിരന്തരം വിളിച്ചു പറഞ്ഞു നടന്നിരുന്നു. ഇവർ രണ്ട് പാർട്ടികളും ഔദ്യോഗികമായിട്ട് തന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്ത വരുന്നുണ്ട്. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്തയും എത്തിയിരിക്കുന്നു. സ്വതന്ത്രരായിട്ടുള്ള 7 MP-മാര് കൂടി NDA ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം എണ്ണം NDAയുടേത് നോക്കുമ്പോൾ 300 കടന്ന് മുന്നോട്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് BJP ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതായത് 240 സീറ്റുകള്. ഇവിടെ ഇന്ത്യ മുന്നണി സകലരും ഒരുമിച്ചാൽ പോലും അതായത് BJP നേടിയ സീറ്റിനെ പോലും മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളത് സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം. ഇവിടെയുള്ള മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കണക്കെങ്കിലും ഒന്ന് പഠിച്ച് മനസ്സിലാക്കൂ. ഏതായാലും ഈ വരുന്ന സത്യപ്രതിജ്ഞയ്ക്ക് സകല സങ്കടങ്ങളും ഉള്ളിലൊതുക്കിയിട്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ഇവിടെയുള്ള സകലരും വിളിച്ചു പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നു.